എടാ അതോ അതോ എടാ അതോ അതോ എന്താ എടാ ആര് നീ പുറത്താരോ അറിയാത്ത ആള് വന്നിട്ടുണ്ട്. എവിടെ? ഒന്നും എന്റെ പണി പോന്നാ പോര് പോര് വാ. പോരെ ഞാനും വരണം. ഇത് നമ്മളെ കോയാക്കല്ലേ? കോയാക്കല്ല, കോയ, കോഴിക്കോട് കോയ. എന്തിയേ പറ്റിയില്ലേ? ഒരുപാട് കാലായി വേണ്ട വേണ്ടാന്ന് കരുതി ഇങ്ങനെ ഇരിക്കണു. എവിടെ ചെന്ന് പണി കഴിച്ചാലും മൂത്തു തന്തയി നരച്ചു. ഈ ഓമന നിര എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് വരുന്നല്ലേ? ഈ നിരക്ക് ഓമന നിരാന്നല്ല പറയാ, ആമിന നിരാന്നാ. അപ്പൊ 77 വെടിയും വിട്ട് നടക്കല്ലാതെ പണിയൊന്നുമില്ലേ? പണിയൊക്കെ എമ്പാടുണ്ട്. ഏറിയ കേടുള്ളൂ ഞമ്മടെ ആൾക്കാർക്ക് കഞ്ഞി വെച്ചു കൊടുക്കലേ. മനസ്സിലായില്ലേ? മലയാളികൾക്ക് മെസ്സ് വെച്ചു കൊടുക്കണ പണി. പിന്നെ ആ പണി അങ്ങോട്ട് എടുത്തോന് പിന്നെ നരകത്ത് കടക്കേണ്ടി വരൂല. പടച്ചോൻ പറയും ആന്റെ നരകമൊക്കെ ദുനിയാവിൽ തന്നെ കഴിഞ്ഞിക്കണു. പണ്ടേ 77 കള്ളലോഞ്ചി കേറി പോന്നിട്ടേ ദാ കാണുന്നു ദുബായിന്ന് പറഞ്ഞ് നടുക്കടലിൽ ചാടിയിട്ട് അവിടുന്ന് കരപറ്റാം ഇത്ര പണി ഉണ്ടായിട്ടില്ല. ഏതായാലും ഇതിന്റെ ബാക്കി ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. ഇന്ന് ഏതായാലും പണി കേറിയിട്ട് കോഴി പഴിന് ചവിട്ടുള്ളൂ. ആരോടാ കളി? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും. എന്താ ആളെ കോയൊക്ക പണി ചാൻസ് ഉണ്ട് കാരണം ആളെ വിളിച്ചിരുത്തിയാണ്ട് എടുത്തുണ്ട് പണി ചാൻസ്. അല്ലാരത് കോയാക്കേ, സോറി ട്ടോ, ആളെ മനസ്സിലായില്ല. എന്തിയേ അനക്ക് പറ്റിയില്ലേ? എവിടെ എന്റെ പണി ചാൻസ്? പണിച്ചാൻസ് ഒക്കെ ഉണ്ട് ട്ടോ. പക്ഷെ എന്നോട് പറഞ്ഞ അറബിന്റെ വീട്ടിക്ക് വയസ്സായ തന്തനെ ആരിസായിട്ട് നിക്കാനാ വേണ്ടത്. ആരെങ്കിലും പറഞ്ഞ തന്ത ഈ വേഷം കെട്ടി വരാന് പേക്കോലും തന്ത അവിടുന്ന്. അല്ല, എന്താ ഈ ആലോചിച്ചിരിക്കണത്? ഓനപ്പണ്ടായിരുന്ന ഉഷാറൊക്കെ പോയോ? അല്ല, ഇവിടെ ഇങ്ങനെ എത്ര ദിവസം വെച്ചിട്ടാ നിക്കുക? എനിക്കിങ്ങനെ തോന്നുകയാണ് ഞാനിവിടെ നിക്കണത് ബൽക്കൊരു ബുദ്ധിമുട്ടാണല്ലോന്ന്. എടാ പൊട്ട, ഇജ്ജെന്താ അളിയെ കുറിച്ച് കരുതിക്കണത്? അന്നെപ്പോലത്തെ 100 ആൾക്കാര് 10 കൊല്ലം അവിടെ നിന്നാലും എന്റെ അളിയന് പുല്ല്. ഗൾഫ് മേഖലയിൽ ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയ കൊമ്പൻ സ്രാവല്ലേ. തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, ആളിയനെ കൊണ്ടേ ഞമ്മക്ക് നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പറയാം. എന്താ പോരെ?
അത് മതി അത് മതി. എന്നാലും അളിയൻ തിമിംഗലോ സ്രാവാന്ന് എനിക്ക് തോന്നണില്ല. അതാ പറഞ്ഞത്. മൂപ്പരെ കണ്ട അനക്ക് എന്നല്ല ആർക്കും അങ്ങനെ തോന്നൂല. നാട്ടില് മൂപ്പര് വെറും മമ്മാല്. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് മൂപ്പര് ആരാന്നറിയോ? അത്താണി മമ്മാലി. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ ഈ വലിയ കോടീശ്വരൻ. പക്ഷേ ഇസ്തിരി ചുളിയാത്ത അന്റെ ഈ പാന്റിന്റെയും കുപ്പായത്തിന്റെയും ഉള്ളില് കടം കൊണ്ട് പൊറുതി മുട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? 10-18 കൊല്ലം ഈ മരുഭൂമിയിൽ ഈ വേർപ്പൊഴുക്കിയിട്ട് എന്തുണ്ടാക്കി? പെണ്ണുങ്ങളെ വാക്കും കേട്ട് ലോകത്തെവിടെയില്ലാത്തൊരു മണിമാളിക കെട്ടിപ്പോക്കി. എന്നിട്ടോ അതിന്റെ കടം വീട്ടാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വന്നില്ലേ? എന്നിട്ട് വീഡിയോ അതിനെങ്ങനെ കാണുന്നോലൊക്കെ കണക്ക് മുസാബിന്റെ നടുക്കണ്ടങ്ങളല്ലേ? അതുകൊണ്ടല്ലേ ആ ജബ്ബാർ എന്നെ വെച്ച് ചാടി പോയത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ കൂട്ടുണ്ടയ്യൊക്കെ അയച്ചു വെച്ച് കൊടുക്കാനുള്ളവരോട് സത്യം തുറന്നാണ് പറഞ്ഞളാ. അതാണക്ക് നല്ലത്. അറിയാൻ പോയാക്ക, എല്ലാം തുറന്നു പറയാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ പുറം ലോകം അറിഞ്ഞ നാളെ കടക്കാരുടെ കാവലായിരിക്കും റൂമിന് മുമ്പില്. ഓരോ ദിവസം കിടക്കുന്നതും വിറക്കുന്ന മനസ്സോടെയാണ്. എന്താണെന്നറിയോ? നേരം വെളുക്കുന്നതോർത്ത് അപ്പോഴൊക്കെ മനസ്സ് മന്ത്രിക്കും. എന്തെങ്കിലും എന്നെ ചതിച്ചവനെ കാണും. ആരെയും വഞ്ചിക്കണമെന്ന് കരുതിയിട്ടല്ല. ഇന്നും കൊടുക്കാനുള്ളവരൊക്കെ ഈ മമ്മാലിയെ നോക്കി പുഞ്ചിരിക്കുന്നത് എന്താണെന്നോ? കുറച്ചു മുമ്പ് നിങ്ങൾ വലിച്ചെറിയാൻ പറഞ്ഞില്ലേ? ആ കൂട്ടിന്റെയും ടൈന്റെയും ഫലം കൊണ്ടാണ്. ഒക്കെ വിധിയാണ്. ചെണ്ട മദ്ദളത്തിനോട് പറഞ്ഞ പോലെയാണ് ഞമ്മളെ കഥ. ഒക്കെ ശരിയാകും. വാ പോവാ. ഇതാണ് എന്റെ പണിസ്ഥലം. പോരും. അവിടെ എന്താ പോക? അതൊന്നും കാര്യമാക്കണ്ട, അങ്ങോട്ട് പോരെ. ഇതാണ് ആ പുക. വലിച്ചോളിയാടാ, വലിച്ചോളി, മത്സരിച്ച് വലിച്ചോളി. എവിടൊക്കെ കത്തി കഞ്ഞോടത്തേക്ക് ഫയർഫോഴ്സ് പോണാരി പോണേ? ഓൻ ജീവിച്ചാൻ വേണ്ടിയുള്ള മരണപ്പാച്ചില. പാവം രാത്രി 2 മണിക്കൊന്ന് കടന്നതാണേ. കമ്പനി തുറക്കുന്നതിന് മുമ്പേ ഓൻ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ നാട്ടിൽ ഓന്റെ കുട്ടികൾ പട്ടിണി അടക്കും. എന്നാ വരും. ഇതാണ് മക്കളെ ഇബ്ലീസ് റൂം. നിങ്ങൾ അവിടെ ഇരിക്കും, ഞാനൊന്ന് അത്തു നോക്കട്ടെ. എന്നാ എന്റെ കുട്ടികൾ കടക്കാൻ നോക്കി. നേരെ നല്ലോണം വെളുത്തുക്കണു. രാത്രി ഇനി നീച്ച് കളിച്ചണ്ടല്ലേ? ഓർക്ക ചടപ്പ് വേണ്ടേ? എന്തിയേ പറ്റിയില്ലേ? നിങ്ങക്ക് ഇപ്പൊ ചോദിച്ചാലുള്ളത് പണി കിട്ടണ്ടേന്നല്ലേ? അതിനെങ്ങനെ പണി കിട്ടുക? പണി വേണമെന്ന് വിചാരിച്ചിട്ട് എവിടെയെങ്കിലും പോയി ചോദിച്ചാലല്ലേ പണി കിട്ടുള്ളൂ. കൂട്ടാതെ തന്തയായ മണ്ണാന്റെ ഒരു മൂരി. ഈ ചോരത്തിളപ്പിൽ ഇതൊക്കെ നടക്കും. സുഖല്ലാതെ കിടക്കണ തന്തിയും തള്ളിയും കെട്ടിയോളും കുട്ടികളും ഇങ്ങളെയും കാത്ത അവിടെ ഇരിക്കണ്ടെന്നുള്ള ഓർമ്മ വേണം നിങ്ങക്ക്. ഗൾഫ് വരെ പറയിപ്പിച്ചാൻ വേണ്ടി ഓരോന്നിൽ കേറി വരും.
എന്താപ്പോ നിങ്ങൾ ഇതൊന്നും തിന്നിട്ടില്ലേ? അല്ല, എന്തായി? ഒന്നും പറയാനായിട്ടില്ല. കൂർക്കം താഴോട്ടും മേലോട്ടും പോയിക്കൊണ്ടിരിക്കാണ്. എന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാ മതിയല്ലോ. ഗസ്റ്റ് അല്ലേന്ന് കരുതി എന്റെ ബെഡിൽ കടന്നോളാൻ പറഞ്ഞതാ. ആ കടത്തന്നൊക്കെ 3 ദിവസമായി. അപ്പൊ പിന്നെ തീറ്റയും കൂടിയൊന്നും ഇല്ലേ? ഞാൻ പണിക്ക് പോണതൊക്കെ നോക്കി, അതൊക്കെ മുറ പോലെ നടക്കണ്ട്. അത് ശരി. നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കാണി, ഞാൻ പിന്നെ പുറത്തേക്ക് അടിച്ചരാ. ആരോടെ കളി? കോയാനോടെ, അതും 77 കോയാനോടെ. ഇതിന് വീര്യൊന്നുമില്ലേ? എന്താ മക്കളെ രണ്ടാളും ആന ചെരിഞ്ഞ പാപ്പാമാരെ പോലെ ഇങ്ങനെ കിടക്കണ്? ഇപ്പൊ തോന്നുന്നുണ്ടാവുമല്ലേ ഇങ്ങോട്ട് പോരണ്ടിന്നില്ലാന്ന്? അല്ല, അതിന് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടും കാര്യല്ല. അങ്ങനെയല്ലേ ഇവിടുന്ന് പോരുന്ന ചില ആൾക്കാരെ കാട്ടിക്കൂട്ടല്. കേട്ടിനോടത്തുനിന്ന് ഒക്കെ കടം വാങ്ങി, ഇള്ളിലേക്ക് മുന്തിയ മൊബൈലും അടി മുതൽ മുടി വരെ അത്തറും പൂസി കൂളിംഗ് ഗ്ലാസും വെച്ച് മോട്ടോർ സൈക്കിൾ അങ്ങനെ ചെത്തി പൊളിച്ച് നടക്കുന്നത് കാണുമ്പോ ഇങ്ങക്ക് നല്ല ആർക്കാണെങ്കിലും തോന്നും ഗൾഫിൽക്ക് ഒന്നും ഇങ്ങോട്ട് പോന്ന തരക്കടില്ലാന്ന്. എന്നാ ഓൻ തിരിച്ചു പോരാൻ നേരത്തോ പെണ്ണുങ്ങളെയും കുട്ടികളെയും പണ്ടോ എന്തിനധികം പറയണു? തൊട്ടി തുണി കിടക്കണ കുട്ടിയുടെ കൂച്ചും ചരടും വരെ പണയം വെച്ചിട്ടല്ലേ തിരിച്ചു പോരുന്നത്? എന്നിട്ടോ ഇവിടെ വന്ന പിന്നെയും തുടങ്ങി നായിപ്പാച്ചില്. അല്ല, ഈ അളിയൻ എപ്പോഴാ വരിക? ഓന്റെ വരവും പോക്കൊന്നും ആർക്കും പറയാൻ പറ്റൂല. ചിലപ്പോതാ ഈ മരത്ത് എത്തിയാലാ ഫോണ് വരിക, അപ്പ തന്നെ തിരിച്ചു പോവും. കമ്പനിയുടെ മുഴുവൻ കാര്യങ്ങളും ഓന്റെ തലയിലല്ലേ. ഇന്ന ഈ അളിയാനൊരു പിയേനെ വെച്ചൂടെ? ഏയ്, ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലല്ലേ. അതുകൊണ്ടല്ലേ 3-4 കൊല്ലായിട്ട് ഓ നാട്ടിലും കൂടി പോകാത്തത്. ഏതായാലും ഇക്കളി ഇനി ഇവിടെ നടക്കൂല. ഞാൻ ഏതായാലും ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ആളിയനെ എത്രയും പെട്ടെന്ന് നാട്ടിൽ അയച്ച് കമ്പനീന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഏതായാലേ ഞങ്ങൾ കടക്കാൻ പോവുകയാണ്. അളിയൻ വന്നാലേ ഇതാണ് കൊടുത്തളി. എന്തൊക്കെ പാടെ ഈ ചങ്ങായി ഇതിൽ എഴുതി കൂട്ടിക്കണ്. ഏതായാലും ഒന്നാണ് വായിച്ചു നോക്ക അല്ലേ. എന്താ കോയക്കാന്ന് കത്ത് വന്നിക്കണെന്ന് തോന്നുന്നു. കത്തൊക്കെ ഉണ്ട്. എനിക്കല്ല, അണക്കാണ്. എനിക്കോ? എന്റെ അളിയന്റെ. എന്നാ വായിച്ചോക്ക്. N73 1 ബ്ലൂടൂത്തോട് കൂടിയത്
ആ അത് വേണം. പോലീസ് ഗ്ലാസ് 2. ആ ആവശ്യണ്ട് വേണല്ലോ. സോണി വാക്ക്മാൻ ലിബർട്ടി ഷൂ 2. 1 കറുപ്പ് 1 ചുവപ്പ്. ജീൻസ് 8. പിന്നെ ലോ കോസ്റ്റ് ബനിയന് 6. മേടിച്ചു കൊടുക്കാലോ, അളിയനല്ലേ. അല്ല വേറെന്തെങ്കിലും പറഞ്ഞോ? ആ പിന്നെ അന്നെ എത്രയും പെട്ടെന്ന് നാട്ടിക്ക് പറഞ്ഞാച്ച് കമ്പനിയുടെ എല്ലാ കാര്യവും ഓനവിടെ നോക്കി നടത്തിക്കോളാന്ന് പറഞ്ഞിക്കണു. അത്രയല്ലേ ഉള്ളൂ. എന്നാ പിന്നെ ഓന്റെ ഇഷ്ടം പോലെ ആവട്ടെ. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്താ നമ്മക്ക് ചെലവ്. എന്റെ കിനാവ് കാണലുണ്ടല്ലോ, ചവിട്ടിയാ കാണാ. പൊന്നകന്നതോടെ എന്റെ അൽബകം പൊട്ടിക്കരഞ്ഞു, കണ്ണുനീരിന് ഞാൻ കുഴഞ്ഞു. ഗൾഫ് നാട്ടിലേക്ക് ഇവളെ പിരിഞ്ഞ പോക്ക്. ദാ ഈജി പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. ഞാനിതിൽ അമ്മിക്കുട്ടിയുടെ കാര്യം എഴുതിയിട്ടില്ലല്ലോ. പിന്നെ ഇതൊക്കെ എന്തെങ്കിലും കൊടുത്താ ഈ റോഡ് സൈഡിൽ നിന്ന് കിട്ടണതാ. ഞാനെന്താ പൊട്ടനാന്ന് കരുതിയോ? മനസ്സിലാവാഞ്ഞിട്ടൊന്നല്ല. അല്ലെങ്കിൽ ഞാനിവിടെ വന്നിട്ട് എത്ര ദിവസമായി? എന്റെ എന്തെങ്കിലും കാര്യത്തിനെ പറ്റി മൂപ്പര് ചോദിച്ചിട്ടുണ്ടോ? എപ്പോ നോക്കിയാൽ കമ്പനി, തിരക്ക്, ബിസിനസ്. ആർക്കാ ഈ സമ്പാദിച്ചു കൂട്ടണത്? നാട്ടിലുള്ളൊരു പെണ്ണിനും കുട്ടിക്കും വേണ്ടിട്ടോ? ഏതായാലും ഇന്ന് എത്ര നേരം വൈകിയാലും മൂപ്പരെ കണ്ടിട്ട് ബാക്കി കാര്യമുള്ളൂ. എന്താ ചെയ്യേണ്ടെന്ന് ഈ അദ്ദൂനറിയാ. പെങ്ങളും കുട്ടികളൊക്കെ ഓന്റെ പെരയിൽ കുറച്ച് കാലം ഇങ്ങോട്ട് നിൽക്കുമ്പോ ഓന്റെ സ്നേഹമൊക്കെ താനങ്ങോട്ട് വരും. എന്തൊക്കെയാ അദ്വൈജി പറയണത്? അതിന് മാത്രം എന്തെവിടെ ഉണ്ടായത്? വേണ്ട, നിങ്ങളിതിൽ ഇടപെടണ്ട. ഇത് ഞങ്ങൾ അളിയന്മാര് തമ്മിലുള്ള പ്രശ്നമാണ്. അളിയനും തമ്മിലുള്ള ബന്ധമൊക്കെ ഡാ ഒരു നിമിഷം കൊണ്ട് തീർക്കാം. ഈ കുന്നത്തദ്ദൂന് കഴിയും. 10-18 കൊല്ലായി ഞാനും എൻ്റെ അളിയനും ഈ മുറിയില് ഏട്ടനും അഞ്ചനും പോലെ അല്ല, വാപ്പാനെയും മകനെയും പോലെ. ഇന്നേ വരേക്ക് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിയൂല എന്നുള്ളൊരു വാക്ക് ഓന്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. അനക്കിപ്പോ എന്താ വേണ്ടത്? ഓന്റെ കമ്പനിയിലെ MD സ്ഥാനം, അല്ലെങ്കിൽ നല്ലൊരു കച്ചവടം. അത് ഈ കോയാക്ക ശരിയാക്കി തരും. ഉറപ്പാണോ? ഉറപ്പാണ്. കോയാണ് പറയുന്നത്. പൊന്നാരന്റെ അദ്വ പടച്ചോനെ വിചാരിച്ച് ഇഞ്ഞി സ്വപ്നം കാണരുത് കേട്ടോ. അല്ല കോയ,
കോയാക്ക കൊറേ ദൂരം പോണോ? കോയെ കണ്ണാടിട്ടപ്പക്കിന് ആളെ പേരും മാറിപ്പോകാൻ തുടങ്ങിയോ? അല്ല, അനക്ക് ആദ്യം കച്ചവട വേണ്ട അതോ കമ്പനിയുടെ MD ആകാൻ വേണ്ട? അതൊക്കെ ഞാതാ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. സീത ജായക ജാവോ ഭായി. അല്ല എന്താ ഇവിടെ? ഇവിടെ ഞമ്മക്കൊരാള് വരാണ്ട്. അതല്ലേ വേണ്ട, ഈ അവസ്ഥയില് ഓൻ നമ്മളെ കാണാതിരിക്കണ നല്ലത്. കേക്കണോ? ഈ സ്വപ്നം കണ്ട മാതിരി തന്നെ നല്ല വരുമാനമുള്ള ഒരു കമ്പനി കോട്ടും സൂട്ടൊക്കെ ഇട്ട് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അവന്. പക്ഷേങ്കി ആ ഹെറാൻ പറഞ്ഞ ജബ്ബാർ ഓനെ ചതിച്ചത് കാരണം ഓന്റെ എല്ലാ മുതലും കിട്ടിയ വിലക്ക് വിറ്റ് പെറുക്കി കടക്കാരെ പിരിച്ചേണ്ടി വന്നു. ഇനി കുറച്ച് കടം കൂടിയും ബാക്കിയുണ്ട്. അത് പിരിക്കാൻ വേണ്ടിയിട്ടാണ് രാവും പകലും ഊണും ഉറക്കമല്ലാതെ ആ പാവം കോട്ടിന്റെ ഉള്ളില് കഴിഞ്ഞ് നെട്ടോട്ട് ഓടുന്നത്. കോയാക്ക ഞാൻ അറിയാതെ എന്തൊക്കെയോ. ഒന്നും സാരല്ല, ഈ നല്ല ആരായാലും അങ്ങനെയൊക്കെ തന്നെ വിചാരിക്കുള്ളൂ. സാരല്ല, സമാധാനപ്പെട്. സാരല്ല. എന്താ ഈ കൂട്ടണത്? ഇറക്കിയ ചാക്കിന്റെ കണക്കോ അതോ കയറ്റിയ വണ്ടിയുടെ കണക്കോ? അപ്പോ കോയാക്ക എല്ലാം പറഞ്ഞു അല്ലേ? പറഞ്ഞില്ല, എല്ലാം കാണിച്ചു തന്നു. എന്തിനായിരുന്നു അളിയാ അതൊക്കെ? എന്നോടെങ്കിലും സത്യം തുറന്നു പറയായിരുന്നില്ലേ? നാട്ടിലുള്ളതെല്ലാം വിറ്റിട്ടെങ്കിലും നമുക്ക് ഈ കടം വീട്ടായിരുന്നു. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതി അല്പം കഷ്ടപ്പെട്ടാണെങ്കിലും ഏറെക്കുറെ വീടിക്കഴിഞ്ഞില്ലേ? എല്ലാറ്റിനും കാരണം അവനാ, ജബ്ബാർ, ശംഖുവെട്ടി ജബ്ബാർ. വിശ്വസനീയമായ അവന്റെ പെരുമാറ്റം, സത്യസന്ധമായ ചെങ്ങാത്തം, അവനിലുള്ള വിശ്വാസം എന്നിൽ പൂർണ്ണമായി എന്ന് തോന്നിയ നാൾ മുതൽ ചതിയുടെ കരുക്കൾ അവൻ നീക്കിക്കൊണ്ടിരുന്നു. ഏതോ ഒരു അറബിയെ വേഷം കെട്ടിച്ച്
ഇല്ലാത്ത വിസയ്ക്ക് എഗ്രിമെന്റും എഴുതി. പിന്നെ പറഞ്ഞ ദിവസങ്ങളിലൊന്നും അവനെ കാണാതായി. അതോടെ അവന്റെ ടെലിഫോണിന്റെ ശബ്ദവും നിലച്ചു. ഇതുകൊണ്ടൊക്കെയാണ് അളിയൻ നിങ്ങളുടെ കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാതെ വരുന്നതും പോകുന്നതൊക്കെ. ഏതായാലും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഏജന്റിനെ കണ്ടുപിടിച്ച് ഏതെങ്കിലും ഒരു നല്ല ജോലി തേടിപ്പിടിക്കാം. ഒക്കെ വിധിയാണെന്ന് കരുതിയാൽ മതി. ആ ആ ഓക്കെ, ശരി, പിന്നെ വിളിക്കാം. ആ, ഇതാണ് ഏജന്റിന്റെ അഡ്രസ്. ഷെയ്ഖി ട്രാവൽസ്, ഉമ്മുൽ ഖുറ റോഡ്, ജമാരിയ സ്ട്രീറ്റ്. ഇങ്ങനൊരു സ്ഥലം ഞാനിതുവരെ കേട്ടിട്ടില്ല. അടിച്ചോക്കാം. ഇങ്ങനൊരു നമ്പർ ഇല്ലെന്നാ പറയുന്നത്. അതിനെ പറ്റി പേടിച്ചണ്ട. ഓന്റെ നാട്ടിലെ എല്ലാ അഡ്രസ്സും ഉണ്ടേക്കുണ്ട്. നിങ്ങളാ ഫോണിട്ട് കാട്ടിക്കണി, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അടിച്ചിണ്ട് അടിച്ചിണ്ട്. എടുക്കണില്ലല്ലോ, ഇത് എടുക്കണില്ലല്ലോ. ചിലപ്പോ ട്രാവൽസ് തുറക്കണുണ്ടാകുക. ഞാനെന്ത് പൊട്ടനാ. ട്രാവൽസിന്റെ തൊട്ട് മുമ്പില് എന്റെ തുണക്കാരന്റെ കട ഉണ്ടേ, അവിടേക്കൊന്ന് വിളിച്ചോക്കട്ടെ. ഹലോ ഹലോ, ആ കുഞ്ഞാനല്ലേ? ഇത് ഞാനാടാ സെയ്തേ. ചെയ്തോ? ഏത് ചെയ്ത്? എടാ അമ്മയിത്താത്താന്റെ മോൻ സെയ്തൽവിയായി. ഈടാ ചെയ്താനെ, അന്റെ ഒരു ഫോൺ നമ്പറിന് വേണ്ടിട്ട് ഞാൻ എവിടൊക്കെ കറങ്ങി നടന്നറിയോ? അതെ, ഈ അറിഞ്ഞോ സംഭവം? നിങ്ങൾ ട്രാവൽസ് ഒക്കെ ഇവിടെ നാട്ടുകാരെ അടിച്ചു പൊളിച്ചിക്കണു. ഓൻ അവിടെ പൊന്തിയോ? ഹലോ 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 ഹലോ, എന്താ എന്താളിയാ? ചതിച്ചോടാ, വിസന്റെ ഏജന്റ് നമ്മളെ ചതിച്ചു തോന്നേ. വിസയുണ്ട്, പക്ഷേ വിസിറ്റിംഗ് വിസയാണ്. വാപ്പേറ്റുണ്ടാക്കിയ 10 സെന്റ് ഭൂമി അതും കൂടി വിറ്റിട്ട്
എന്റെ ഉമ്മാനെയും കുട്ടികളെയും വാടക പെരയിലാക്കിയിട്ടാണല്ലോ റബ്ബെ പോന്നിക്കണത്. ഇതായിട്ട് എന്റെ ഉമ്മ അറിഞ്ഞാല് നമ്മ ചങ്ക് പൊട്ടി മരിച്ചോലോ. സ്വപ്നങ്ങൾ പേറി ഒരായിരം മോഹങ്ങൾ നേരു. ഒരുപാട് സ്വപ്നങ്ങൾ പേറി ഒരായിരം മോഹങ്ങൾ നേരു. കടലും കടന്നു മരുപ്പച്ച തേടി, കടലും കടന്നു മരുപ്പച്ച തേടി അലയുന്നീ ചുടുകാറ്റിൽ, പിടയുന്നീ മണൽ കാറ്റിൽ. ഒരുപാട് സ്വപ്നങ്ങൾ പേറി ഒരായിരം മോഹങ്ങൾ നേരു. ഒരുപാട് സ്വപ്നങ്ങൾ പേറി. സ്വപ്നങ്ങൾ വിടരും ഇവിടെ, മോഹങ്ങൾ പൊഴിയും ഇവിടെ. സ്വപ്നങ്ങൾ വിടരും ഇവിടെ, മോഹങ്ങൾ പൊഴിയും. തീരാക്കടത്തിൻ്റെ ചുഴിയിൽ പതികൻ പരതുന്നു ഇഴനാരിനായി, കണ്ണീരും കൈയുമായി. മരുഭൂവിൽ അലയുന്ന പതികന്റെ വേദന ആരറിയാൻ. ഓ ഒരുപാട് സ്വപ്നങ്ങൾ പേറി ഒരായിരം മോഹങ്ങൾ നേരു. ഒരുപാട് സ്വപ്നങ്ങൾ പേറി.
പകലിൽ ചിരി തൂകും പലരും ഇരുളിൽ കരയുന്നു തനിയേ. പകലിൽ ചിരി തൂകും പലരും ഇരുളിൽ കരയുന്നു തനിയേ. കാലം കൊഴിയുന്നു മണലിൽ പതറും മനസ്സിന്റെ നെടുവീർപ്പുമായി കണ്ണീരും കൈയുമായി മരുഭൂവിൽ പരതുന്ന പതികന്റെ നൊമ്പരമാരറിയാൻ. ഓ ഒരുപാട് സ്വപ്നങ്ങൾ പേറി ഒരായിരം മോഹങ്ങൾ നെയ്തു. ഒരുപാട് സ്വപ്നങ്ങൾ പേറി ഒരായിരം മോഹങ്ങൾ നെയ്തു. കടലും കടന്നു മരുപ്പച്ച തേടി കടലും കടന്നു മരുപ്പച്ച തേടി അലയുന്നീ ചുടുകാറ്റിൽ